പുണർദം നക്ഷത്രഫലം 2025 ജനുവരി മുതൽ ഡിസംബർ വരെ. നക്ഷത്രപാദങ്ങൾ: മിഥുനം 1, 2, 3 പാദങ്ങൾ. കർക്കിടകം 4 പാദം. ജൂലൈ സെപ്റ്റംബർ 2025. ചന്ദ്രൻ ഉച്ചത്തിൽ എത്തുന്ന സമയങ്ങൾ. മാനസിക പ്രതിസന്ധികൾ കുറയും. ആത്മവിശ്വാസം വർദ്ധിക്കും. ധനകാര്യം: പഴയ കടങ്ങൾ അടയ്ക്കുന്നതിനും സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും അനുയോജ്യമായ സമയം. പൊതുജീവിതം: സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും. വിവാഹ ശുശ്രൂഷകളിലോ രാഷ്ട്രീയപരമായ താൽപ്പര്യത്തിലോ ചേരാൻ സാധ്യത. ഒക്ടോബർ ഡിസംബർ 2025. ജോലി മാറ്റം: വിദേശത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ സ്ഥലം മാറ്റം സംഭവിക്കും. ഭാഗ്യസമയങ്ങൾ: രാഹുദശാധ ചന്ദ്രദശാകാലത്തിൽ ഉള്ളവർക്ക് ഗുണകരമായ ദിവസങ്ങൾ. ശത്രുക്കൾ: മുൻകാല ശത്രുക്കൾ വീണ്ടും ഇടപെടാൻ ശ്രമിക്കാം. തന്ത്രപൂർവം നീങ്ങുക. കുടുംബം: ബന്ധുവിമർശനം കുറയും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. പുണർദം നക്ഷത്രത്തിനുള്ള ഉപായങ്ങൾ 2025. ശുഭദിനങ്ങളിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ദക്ഷിണാകാൽ പൂജ ചെയ്യുക. ദേവത: ആദ്യ പാദങ്ങൾക്കായി ആദിത്യൻ, അന്തിമ പാദങ്ങൾക്ക് പാർവതി അംബികാദേവി. മന്ത്രം: നമഃ ഭഗവത്തെ വാസുദേവായ. ദിവസം 3 നേരം ജപിക്കുക. വ്രതങ്ങൾ: ഉപവാസം ബുധനാഴ്ച നിർവഹിക്കുക. വിഷ്ണു സന്നിധിയിൽ നിവേദ്യം സമർപ്പിക്കുക. സംക്ഷിപ്ത ഫലൻ. മേഘൽഫലൻ: ജോലി മെച്ചപ്പെടും. സ്ഥലം മാറ്റം സാധ്യത. സാമ്പത്തികം: ചെലവുകൾ കൂടുതലായിരിക്കും. ക്രമീകരണം ആവശ്യം. ആരോഗ്യം: ചുണ്ടിലും വയറിലും സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. കുടുംബം: സന്തോഷം. പുതിയ ബന്ധങ്ങൾ. വിവാഹം: ഉചിതകാലം. വിവാഹ തീരുമാനത്തിന് നല്ലത്. പിന്നെ ഇവിടെ കൊടുത്താടുള്ള നക്ഷത്രഫലൻ. പൊതുസ്വഭാവം: അന്ന് നിങ്ങളുടെ ജനനം തീയതി സമയം കിട്ടിയാലേ ഒരാളുടെ പൊതുസ്വഭാവം മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ഇൽ മെസ്സേജ് ഇടവന്നതാണ്. വ്യവസായം: ജോലി മേഖലയിൽ സ്ഥിരത കാണും. മുമ്പ് വിചാരിച്ച ഒരു തൊഴിൽ അവസരം ലഭിച്ചേക്കും. വിദ്യാഭ്യാസം: സ്പർദ്ധാത്മക പരീക്ഷ എഴുതുന്നവർക്ക് ഉയർന്ന സാധ്യതകളുള്ള വർഷാരംഭം.